അന്തരീക്ഷമാണ്. മലയോര മേഖലയിലടക്കം മഴ ശക്തമാണ്. കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്താണ് മണ്ണിടിച്ചിൽ തുടരുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞു. ദൃശ്യങ്ങളിലേക്ക്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്താണ് മണ്ണിടിച്ചിൽ തുടരുന്നത്. യാത്രക്കാർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിന് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ആ മണ്ണിടിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ തളിപ്പറമ്പ് കുപ്പത്ത് ഇത്തരത്തിൽ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, കുപ്പത്ത് ഈ ദേശീയപാത നിർമ്മാണം അതുവഴിയാണ് ദേശീയപാത കടന്നു പോകുന്നത്. ആ സമയത്ത് തന്നെ ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം നേരത്തെ നിലവിൽ ഉള്ള ദേശീയപാത, അതായത് പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിലേക്ക് വരുന്ന കുപ്പത്ത് ദേശീയപാത കുപ്പത്ത് എത്തുമ്പോൾ ചുടല വളവ് കഴിഞ്ഞ് എത്തുന്ന സമയത്ത് പലപ്പോഴും മഴയത്ത് താഴേക്ക് വെള്ളം കുത്തിയൊലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഭാഗം ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ കൂടി പിന്നീട് മണ്ണെടുത്തുകൊണ്ട് ദേശീയപാത നിർമ്മാണം നടത്തുന്ന ഘട്ടത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ അധികൃതർക്ക് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ദേശീയപാത നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഒരു പരിണിതഫലം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയിൽ കണ്ടു. ഈ മണ്ണ് താഴേക്കുള്ള ഭാഗങ്ങളിലേക്ക് ഒലിച്ചിറങ്ങി ഇപ്പോഴും അവിടെ ആൾതാമസമുള്ള ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ എത്തി. വീടിൻ്റെ അകത്തേക്കെല്ലാം തന്നെ ചെളി നിറഞ്ഞ വെള്ളം, ചെളിവെള്ളം ഒഴുകിയിറങ്ങുന്ന ഒരു സാഹചര്യം. അവർക്ക് താമസം പോലും വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് ആകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോഴിതാ വീണ്ടും അവിടെ കുപ്പത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ ഭാഗം കെട്ടിയിരുന്നു. ആ കെട്ടിയിരുന്ന ഭാഗത്താണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ദിവസം, അതായത് നാളെ ദേശീയപാത അതോറിറ്റി ചെയർമാൻ അടക്കമുള്ളവർ കേരളത്തിലെ ദേശീയപാതയുടെ തകർന്ന ഭാഗങ്ങൾ സന്ദർശിക്കാൻ എത്തുകയാണ്. അവർ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് തളിപ്പറമ്പ് കുപ്പത്തേത് എന്നുള്ളത്. നിരവധി ജനങ്ങളുടെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് തളിപ്പറമ്പ് കുപ്പത്തേത്. അത് വീണ്ടും ആ ഒരു മണ്ണിടിച്ചിൽ തുടരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇനി എങ്ങോട്ട് പോകുമെന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അവർ പറയുന്നത് ഈ കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ മേപ്പാടിയും ഒക്കെ വയനാടും ഒക്കെ ആയിരുന്നു ദുരന്തം നേരിട്ടതെങ്കിൽ ഇത്തവണ അത് തങ്ങൾക്ക് നേരിടേണ്ടി വരുമോ എന്നൊരു ആശങ്ക ആ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ ഒരു ആശങ്കയ്ക്ക് നേരെ കണ്ണടയ്ക്കാൻ അധികൃതർക്ക് സാധിക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായൊരു ശാശ്വതമായൊരു പരിഹാരം കുപ്പത്ത് ദേശീയപാതയുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്നൊരു ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുന്നു. ജനങ്ങൾക്കൊപ്പം നിന്ന് നമ്മളും അത് ഉന്നയിക്കുകയാണ്. മറ്റൊന്ന്, ഈ കൊട്ടിയൂർ പാൽച്ചുരത്താണ് ഇന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അത് നേരത്തെ ഉണ്ടായിരുന്ന അത്ര വലിയൊരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ കൂടിയും അതും ആശങ്ക പടർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസവും കൊട്ടിയൂർ പാൽച്ചുരത്ത് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് കൊട്ടിയൂർ പാൽച്ചുരത്തും മണ്ണിടിച്ചിലുണ്ടായത്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പകൽ സമയത്ത് മാത്രമാണ് കൊട്ടിയൂർ പാൽച്ചുരത്തോടെ കൂടുതൽ വാഹനങ്ങൾ അനുവദിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ കൊട്ടിയൂർ പാൽച്ചുരത്തും ചെറിയ തോതിലാണെങ്കിൽ കൂടി മണ്ണിടിച്ചിൽ ഉണ്ടായ ഒരു സംഭവം, ഇന്ന് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിൽ, അതും ആ ഭാഗങ്ങളിലുള്ളവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരേ സമയം ഈ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ തുടരുന്നത് വലിയ ആശങ്ക പടർത്തുന്നു. ഒപ്പം തന്നെ കൊട്ടിയൂർ പാൽച്ചുരത്തിൽ ഈ മണ്ണിടിച്ചിൽ തുടരുന്നത് യാത്രക്കാരെ സംബന്ധിച്ചും ആശങ്ക പരത്തുന്ന കാര്യമാണ്. അതിര. ശരി റിയാസ്, കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്താണ് മണ്ണിടിച്ചിൽ തുടരുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡിലാണ് മണ്ണിടിഞ്ഞത്. യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം വിഴിഞ്ഞ